Hi all, welcome to Gardening Guide. ഞാൻ Athulya Uma. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഗാർഡൻ കോർണർ മേക്ക്-ഓവർ ആണ്. അപ്പോൾ എൻ്റെ ഒരു ഗാർഡൻ്റെ ഒരു കോർണർ തുറപ്പം വന്നിട്ട് ചെടികളൊക്കെ പറിച്ചിട്ട് ആകെ ഒരു വൃത്തികേടായി. അപ്പോൾ അവിടുത്തെ എന്തായാലും ചെടികൾ ഫുള്ള് പറിച്ച് ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം ഈ ഒരു ഏരിയയാണ് നമ്മൾ മേക്ക് ഓവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഏരിയയിൽ നിറയെ ചൊത്തരപ്പൻ കുഴിച്ചിട്ടൊക്കെയാണ് ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന കാരണം കൊണ്ട് അധികം അറിയാത്തതാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ മണ്ണൊക്കെ മാന്തി കുറേ ചെടികളൊക്കെ നശിച്ചു പോയായിരുന്നു. അപ്പോൾ അതോട് കുറേ നാളെ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ എന്തായാലും ഒരു അറേഞ്ച്മെൻ്റ് ഒന്ന് മാറ്റാം, വേറൊരു തരത്തിൽ എപ്പോഴും ഒരേപോലെ കാണുമ്പോൾ ബോറടിക്കുമല്ലോ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടൊന്ന് സെറ്റാക്കാമെന്നാണ് വിചാരിച്ചത്. ഇവിടെയൊക്കെ തുരപ്പം മാന്തിയിട്ടിരിക്കുകയാണ്, നിറയെ ടട്ടിൽ വൈൻ പടർന്നു നിൽക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഒന്നും നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് നമ്മുടെ ഒരു ബക്കറ്റിൽ ഒരു മിനിയേച്ചർ ഗാർഡൻ ചെയ്തതായിരുന്നു. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ല കാട് പോലെ വളർന്ന് അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന വീടൊന്നും കാണാൻ പറ്റാതെയായി. നല്ലോണം ചെടികളൊക്കെ വളർന്നു വന്നു. അപ്പോൾ ഇതാണ് ഒരു തുരപ്പൻ്റെ കെണി വെച്ചത്. അപ്പോൾ തുരപ്പനൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഉണ്ടോയെന്നൊന്നും അറിയില്ല. അതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ വൃത്തികേടാണ്. അപ്പോൾ എന്തായാലും ഒന്നും ഇവിടെ വൃത്തിയാക്കിയിട്ട് വേറൊരു ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇതിൻ്റെ അടിയിലൊക്കെ കണ്ടു കുഴി പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭയങ്കര ശല്യമാണ്. അങ്ങനെ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തെ ചെടികൾ കംപ്ലീറ്റ്ലി മാറ്റാനായിട്ട് പോവാണ്. എന്നിട്ട് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെടികളൊക്കെ മാറ്റി ഇതൊന്ന് അടിച്ച് വാരി വൃത്തിയാക്കി സെറ്റപ്പ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എല്ലാ ചെടികളും മാറ്റി അടിച്ചു വാരി വൃത്തിയാക്കി ഈ സ്ഥലം നല്ല പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അറേഞ്ച്മെൻറ്റിനുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നീളമുള്ള ഇത്തിരി വീതിയിലുള്ളൊരു PVC പൈപ്പ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ PVC പൈപ്പിനെ ഒരു 4 ഈക്വൽ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ ഇതിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് അച്ഛനാണ് ഇത് മുറിച്ച് തന്നെ. പിന്നെ ചെയ്യേണ്ട കാര്യം, നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ സ്ഥലം 4 ഈക്വലായിട്ടുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ഒരു അളവെടുത്ത് നമ്മളതിനെ വിഭജിക്കുക. എന്നിട്ട് അതിനെ നടുക്കിൽ കുഴി കുത്തിയിട്ട് ആ 4 സ്ഥലങ്ങളിലും ഈ PVC പൈപ്പ് ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ നമുക്ക് കുഴിച്ചിടാവുന്നതാണ്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ PVC പൈപ്പിൽ പെയിൻ്റ് അടിക്കുന്നുണ്ട്. റെഡ് കളർ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഇനാമൽ പെയിൻ്റാണ് ഈ PVC പൈപ്പിൽ എല്ലാതും അടിക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ 4 PVC പൈപ്പിൽ നല്ല റെഡ് കളർ പെയിൻ്റ് അടിച്ച് സുന്ദരനാക്കി വെക്കും. അപ്പോൾ അടുത്ത നമ്മുടെ പരിപാടി PVC പൈപ്പിൻ്റെ മുകളിൽ വെക്കാൻ ആവശ്യമായിട്ടുള്ള പോട്ടുകൾ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 4 നമ്മുടെ ഹാങ്ങിങ് പോട്ടാണ് കേട്ടോ ഇത്. ഇങ്ങനെ വയ്ക്കുന്ന ഒരു പരന്ന തരത്തിലുള്ള ഹാങ്ങിങ് പോട്ടാണ്. അങ്ങനത്തെ ഒരു 4 ഹാങ്ങിങ് പോട്ടിൽ ഞാൻ പോട്ടി മിക്സ് നിറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ 4 എണ്ണത്തിലും കലേസിയ റിപ്പൻസാണ് നടാനായിട്ട് പോകുന്നത്. അപ്പോൾ കലേസിയ റിപ്പൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് വളരുമ്പോൾ ഒരു ബോൾ ഷേപ്പ് പോലെ നമുക്ക് വെട്ടി നിർത്താൻ പറ്റും. അപ്പോൾ PVC പൈപ്പിൻ്റെ മുകളിൽ അങ്ങനെ ബോൾ ഷേപ്പിൽ വെട്ടി നിർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് നടന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ചട്ടിയിൽ നിന്ന് കുറച്ച് കലേസിയ റിപ്പൻസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നടുമ്പോൾ നമ്മൾ ജസ്റ്റ് അങ്ങനെ നട്ടൊന്നും കൊടുക്കണ്ട, ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താലായിട്ട് മതിയാവും. പിന്നെ അതിൻ്റെ ഓരോ നോടിന്നും പിന്നെ അത് പൊട്ടി മുളച്ച് വന്നോളും.
അപ്പം നമ്മൾ കുറച്ച് മണൽ ഇതിൻ്റെ മേലെ തൂവി കൊടുക്കുക. അങ്ങനെ 4 ചട്ടികളിലും കലേസിയ റിപ്പൻസ് നട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടികളെല്ലാം എടുത്തിട്ട് PVC പൈപ്പിൻ്റെ മേലെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ ചട്ടിയുടെ അടിഭാഗത്തിൻ്റെ ഒരു വട്ടവും PVC പൈപ്പിൻ്റെ വട്ടവും നോക്കിയിട്ടാണ്, അത്രയ്ക്ക് വലിപ്പമുള്ള PVC പൈപ്പാണ് ഇവിടെ സെലക്ട് ചെയ്തത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ഒരു സെറ്റപ്പ് അവസാനിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് എന്തിട്ടാന്ന് നോക്കാം. ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളൊരു ഗാർഡൻ കോർണർ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ അന്ന് ഇത് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇതിൻ്റെ അപ്ഡേറ്റ് വീഡിയോ കാണിക്കാമെന്ന്. അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ ആ കോർണർ ഇരിക്കുന്നത്. അതിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് കട്ടിങ്സ് എടുക്കണം. അപ്പം ഇതൊരു സ്പൈഡർ പ്ലാന്റ് എൻ്റെ ചട്ടിയിൽ നിന്നിട്ടുണ്ടായിരുന്നത് തനിയെ തന്നെ മണ്ണിൽ വീണിട്ട് അവിടെ മുളച്ച് നിന്നിരുന്നതാണ്. അപ്പോൾ ഞാനിത് ഈ മണ്ണിൽ നിന്ന് പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ള പ്ലാന്റ്സിനെ വെച്ചിട്ട് തന്നെയാണ് അവിടുത്തെ മേക്ക് ഓവർ എല്ലാം നടത്തുന്നത്. അപ്പം ഇങ്ങനെ കിട്ടുന്ന പ്ലാന്റ്സിനെ നമുക്ക് പല പല കഷ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് പ്ലാന്റ്സിന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പിന്നെ അത് നടാനുള്ള പോട്ടി മിക്സ് ഞാൻ മണ്ണും മണലും പിന്നെ കൊക്കോ പീറ്റും ഒരു അടിവളവും ചാണകപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതാണ് പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഈ സ്പൈഡർ പ്ലാന്റ്സ് എല്ലാം തന്നെ നട്ട് കൊടുക്കാം. അങ്ങനെ നട്ടതിന് ശേഷം നമുക്കതെല്ലാം എടുത്തിട്ട് നമ്മുടെ മേക്ക് ഓവർ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ആ 2 PVC പൈപ്പ് വെച്ചതിൻ്റെ ഇടയിലായിട്ട് നമുക്കിതിനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനൊരു ലുക്കാണ് നമുക്ക് ഓവറോളായിട്ട് കിട്ടുന്നത്. പിന്നെ ഇത് അവിടെ നിന്ന് തന്നെ പറിച്ചെടുത്ത ആദ്യം തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ടർട്ടിൽ വൈൻസ് കുറച്ചുണ്ടായിരുന്നത് പറിച്ചെടുത്തത്. അപ്പം അത് കുറച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ തന്നെ വിതറി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പുല്ല് പോലെ ഇതിൻ്റെ ചുവട്ടിൽ ടർട്ടിൽ വൈൻസും പടർന്ന് നിൽക്കും. അപ്പം നല്ല ഭംഗിയാണ്, ഫുള്ള് പച്ചയായിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു ടർട്ടിൽ വൈൻ കൊണ്ടുള്ളൊരു പുൽത്തകിടി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് നമുക്കിങ്ങനെ നടൊന്നും വേണ്ട, ചുമ്മാ കട്ടിങ്സ് നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്തിട്ട് അത് ഇങ്ങനെ എന്താ പറയുക, ഈ മണ്ണിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വിതറി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് അതിൻ്റെ കട്ടിങ്സ് എല്ലാതും മണ്ണിലൊന്ന് തട്ടി കൊടുക്കുക, നന്നായി പതിഞ്ഞ് തട്ടി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാ ഇതും എന്താ പറയുക മണ്ണിൽ നന്നായി പ്രസ് ചെയ്ത് നിന്നോളും. എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് മണ്ണ് എടുത്തിട്ട് ഇതുപോലെ റാൻഡംലി ഒന്ന് തൂവിക്കൊടുക്കുക. അത്ര മാത്രമാണ് നമ്മൾ ഈ പുൽത്തകിടിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. അപ്പം ഇത് ഏകദേശം ഒരു 2 മാസം ആയിട്ടില്ല, അതിന് മുമ്പുള്ളൊരു അപ്ഡേറ്റാണ്. നമ്മുടെ ചെടികളൊക്കെ ഇത്രയും വളർന്നിട്ടുണ്ട്. ഹാങ്ങിങ് ബോട്ടിലായാലും നിലത്തിലായാലും ടർട്ടിൽ വൈൻസൊക്കെ നന്നായിട്ട് വളർന്നു വന്നു. ഇനി ഈ കലേസിയ റിപ്പൻസൊക്കെ വളർന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ തൂങ്ങി നല്ല ബോൾ ഷേപ്പിൽ വരും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പം നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.